ബോസ്റ്റണിനടുത്തുള്ള മസാച്യൂസെറ്റ്സിലെ ബ്രൂക്ക് ലൈനിൽ പ്രമുഖ ബിസിനസ്സുകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ജോസഫ് പി കെന്നഡിയാണ് പിതാവ്. അമ്മ റോസ് കെന്നഡി ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. 9 മക്കളടങ്ങുന്ന തൻ്റെ കുടുംബത്തിൽ നിന്നും ജോസഫ് കെന്നഡി ബിസിനസ് ആവശ്യങ്ങളുമായി ദീർഘനാൾ മാറി നിൽക്കാറുണ്ടായിരുന്നു. എങ്കിലും വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ അത്താഴമേശയിൽ ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ ജോൺ എഫ് കെന്നഡി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരും ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷണവും ബോധവുമുള്ളവരായിട്ടാണ് വളർന്നത്. പ്രമുഖ ബോർഡിംഗ് സ്കൂളായ ചോട്ട് റോസ്മേരി സ്കൂളിൽ നിന്നും ബിരുദം നേടിയ ജോൺ എഫ് കെന്നഡി അവിടുത്തെ 112 വിദ്യാർത്ഥികളിൽ 64-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു. പിന്നീട് പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടുത്തെ ക്യാമ്പസ് മാഗസിനിൽ ചില്ലറ എഴുത്തുകളൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ അന്നൊന്നും രാഷ്ട്രീയത്തിൽ വേണ്ടത്ര ശ്രദ്ധ ജോൺ എഫ് കെന്നഡി പ്രകടിപ്പിച്ചിരുന്നില്ല. അന്നൊരു വലിയ ഫുട്ബോൾ പ്രേമിയായിരുന്ന അദ്ദേഹം JV സ്ക്വാഡിലൊക്കെ അംഗമായിരുന്നു. പക്ഷെ ഒരിക്കൽ കളിക്കിടെ സാരമായ പരിക്ക് പറ്റിയ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മാത്രമല്ല ആജീവനാന്ത കാലം അദ്ദേഹത്തിന് നടുവേദനയും സമ്മാനിച്ചു ആ പരിക്ക്. 1940 ഹാർവാർഡിൽ നിന്നും ബിരുദം നേടിയ ജോൺ എഫ് കെന്നഡി നേവി ഓഫീസറായി ജോയിൻ ചെയ്യുന്നു. വാഷിംഗ്ടണിലെ ഫോറിൻ ഇന്റലിജൻസ് ബ്രാഞ്ചിൽ ജോലി നോക്കുന്ന സമയത്ത് ജോണിന്റെ ജീവിതത്തിലേക്ക് ഒരു സുന്ദരി കടന്നു വരുന്നു. ഇൻക അർവാഡ് എന്ന ഡാനിഷ്കാരി. ഒരു പത്രപ്രവർത്തകയായിരുന്ന ഇൻക മർലിൻ മൺറോ പോലുള്ള ജോണിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് സുന്ദരിമാരിൽ ഒരാൾ മാത്രമാണ്. ഈ ഇൻകായ്ക്ക് ഹിറ്റ്ലർ പോലുള്ള നാസി നേതാക്കളുമായി വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പരക്കെ ഒരു സംസാരം വന്നു. ഈ ഇൻകയുമായിട്ടുള്ള ബന്ധം കാരണം ജോണിനെ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം മാറ്റുകയുണ്ടായി. പിന്നീട് പിതാവ് ജോസഫ് കെന്നഡി ഇടപെട്ട് ഈ ഇൻകയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു. 1943 നടന്ന 2ാം ലോക മഹായുദ്ധത്തിൽ ജോൺ എഫ് കെന്നഡി മുഖ്യ സൈനിക നേതാവായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ PT-109 എന്ന നേവി ബോട്ട് പസഫിക് സമുദ്രത്തിലൂടെ ജപ്പാനെ നേരിടാനായി ചീറിപ്പായുന്നു.